ആ കമ്പാരിസണിന് എനിക്ക് പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും പറയാനില്ല. ലൈക്ക് ആർട്ട് ഫോമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് കിട്ടിയ പുരസ്കാരം ലൈക്ക് ഹിപ്പ് ഹോപ്പ് പോലുള്ളൊരു പുതിയ സംഗീതത്തിനും പിന്നെ എന്നെ പോലുള്ളൊരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിനും കിട്ടിയ നമുക്കൊരു ഊർജ്ജമാക്കുന്ന ഒരു സാധനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വേറെ കാര്യങ്ങൾ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് ശീലമായി മാറി. ഇപ്പോൾ ഈ WCCയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. മറ്റൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ കേസിന്റെ കാര്യമാണോ പറയണത്? കേസിന്റെ കാര്യത്തിൽ എനിക്കൊന്നും കമന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കോടതിയുടെ പരിഗണനയ്ക്കകത്തുള്ള കാര്യമാണ്. അത് കോടതി തീരുമാനിക്കട്ടെ എന്താണ് അതിന്റെ കാര്യങ്ങൾ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതെല്ലാം സർക്കാരിന് മുമ്പിലുള്ള സമയത്താണ് ഈ അവാർഡ് കിട്ടുന്നത്. ആണ്. ഓ പിന്നെ തീർച്ചയായിട്ടും. ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു വിവാദമാണ്. അതൊന്നും ഭയങ്കര അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ആൾക്കാരും ഉണ്ടെന്നിടയില്ലേ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു പോയതാണ്. ആകെ പണി വാളിപ്പോയത്. ഇല്ല ഒരിക്കലും അങ്ങനെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ടേംസിലുള്ള ആൾക്കാരാണ്. കാരണം പുള്ളിക്കാരൻ ലൈക്ക് പേഴ്സണലി നമ്മൾ മിണ്ടിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. എൻ്റെ ആർട്ട് കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ലൈക്ക് ഇത് എനിക്കെതിരെ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇച്ചിരി വയസ്സൊക്കെ അയാളുടെ മനുഷ്യനല്ലേ. നമ്മൾ ഇച്ചിരി കരുണയൊക്കെ കാണിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വേടൻ അവാർഡ് കിട്ടിയത് മാത്രമാണ് ഇതിൽ പ്രശ്നമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടെന്ന് വേടം പറയേണ്ട ആവശ്യമില്ല. അത് ആൾക്കാർക്ക് അറിയാം. അതിന് ഞാൻ പറഞ്ഞത് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത് പ്രശ്നമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അതിന്റെ നടുവിൽ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കേസിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് കമന്റ് അടിക്കാനും പറ്റില്ല അതിൽ. കാരണം അത് കോടതിയുടെ പരിഗണനയുള്ള കാര്യമാണ്. പിന്നെന്താ, അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംഭവമല്ലല്ലോ, ദീർഘകാലമായി തുടരുന്നതല്ലേ ആണ്. ഇത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ചേട്ടാ. ഞാൻ മരിക്കണ വരെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഞാനിത് യൂസ്ഡായി. ഒരു കൂട്ടം ആളുകൾ കൂടെ നിന്ന് ആക്രമിക്കുന്നതായിട്ട് ഉണ്ട്. ഫോക്കസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ചേട്ടൻ എന്താ ചോദിച്ചത്? ഫോക്കസ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു പരാതിയൊക്കെ നൽകിയിരുന്നു. ഇല്ല, അത് ഭാവിയിൽ നമുക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അത് പറയാൻ പറ്റുന്ന ഒരു സമയം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. പിന്നെ ഞാൻ എവിടെ പോകാൻ, അവിടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും 100%. താങ്ക് യു.